ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് ഈ ഫോസി ഓഡിയോയുടെ ഡാക്കിൽ നമുക്ക് റാസ്ബെറി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റാസ്ബെറി പൈ 4 ആണ്, 2GB വെർഷനാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാക്കിൽ നമുക്ക് ബാക്ക് സൈഡ് എടുക്കാം. ഈ ഒരു ഡാക്കിനകത്ത് നമുക്ക് USB കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ USB കേബിൾ ഞാൻ പുറകിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ RC ഔട്ട്, ലെഫ്റ്റ് റൈറ്റ് RC ഔട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എൻ്റെ പുറകിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ടെക്നിക്കലി എനിക്ക് ഇലക്ട്രോണിക്സ് പരമായിട്ട് വളരെ കാര്യങ്ങൾ അറിയില്ല. കാര്യം ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എന്നെ 2-3 ചേട്ടന്മാരൊക്കെ കളിയാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാര്യം അവരൊക്കെ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അതിൻ്റേതായ കുറവുകളും അറിവിൻ്റെ കുറവൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാതിരിക്കാം. ബാക്കി കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നവരും അവർക്ക് എന്തെങ്കിലും അറിവ് നേടുന്നവരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ല. കൂടാതെ തന്നെ ഇലക്ട്രോണിക്സ് പഠിക്കാത്ത ഒരാളിന് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് ഒരിടവും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ആരെയും പറഞ്ഞ് തെറ്റിപ്പിക്കുന്നില്ല. അവർ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്ബെറി ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ കമ്പ്യൂട്ടറാണ്. അപ്പോൾ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ഒരു കുഞ്ഞ് കമ്പ്യൂട്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ലിനക്സ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ വോളീമിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ലിനക്സിന് വേണ്ടി മാറ്റം വരുത്തിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇതിലിപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് അറിയാലോ, ഡെസ്ക് ടോപ്പ് ഡാക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റാസ്ബെറി ആയിട്ട് ഇതിനെ വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്ബെറി ലിനക്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്, അതായത് ഫോസി ഓഡിയോ കാറ്റലോഗിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈവർ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ സാധാരണ ഈ ഡാക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഡാക്ക് നമുക്കൊന്ന് മാറ്റി വച്ചിട്ട് ഈ IQ ഓഡിയോയുടെ ഡാക്ക് നമുക്ക് യൂസ് ചെയ്താലോ എന്നുള്ളതായിരുന്നു. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഗ്രൂപ്പിനകത്തും ചോദിച്ചു, ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരി, പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് USB വഴി ഈ ഡാക്കിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്വിച്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് HDMI USB, ഇപ്പോൾ നമ്മൾ USB സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ USB നമ്മുടെ ഡാക്കായിട്ട് USB ഡാക്ക് നമ്മുടെ റാസ്ബെറി ആയിട്ട് കണക്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ എടുത്തിട്ട് വോളീമിയോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ വോളീമിയോ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഇവിടെ പ്ലേ ബാക്ക് ഓപ്ഷൻ എന്നൊരു സെറ്റിങ്സിൽ പോയതിനു ശേഷം ഫോസി ഓഡിയോ ഡാക്ക് നമുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഹെഡ്ഫോണ്, ഫോസി ഓഡിയോ, ZD3, HDMI ഔട്ട്, ഇത്രയും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഡാക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഡാക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോസി ഓഡിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട്, USB വഴി കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കവിടെ ഫോസി ഓഡിയോ ZD3 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല ടൈപ്പ് ഡാക്കുകൾ നമുക്ക് വരുന്നുണ്ട്. ഈ USB കണക്റ്റഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള ഡാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും USB നമ്മളെ റാസ്ബെറി വഴി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. അപ്പോൾ ഞാനത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു പാട്ട് ഇട്ട് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് യൂട്യൂബ് ആണ് ഇപ്പോൾ നിലവിൽ സെർച്ച് ചെയ്യുന്നത്, യൂട്യൂബിൽ നമുക്ക് കോപ്പിറൈറ്റഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു പാട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ ആണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരല്പം വീഡിയോയ്ക്ക് നീളം കൂടാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് സിനിമയോ അല്ലെങ്കിൽ സീരിയലോ
പോലെയുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള സംഭവങ്ങളല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാൻ പോയി, ഇന്നലെ തന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്ത് ഈ ഡാക്കിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ ലെങ്തായിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോയി. ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കുന്നതായിട്ട് കണ്ടായിരുന്നു. കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പല വീഡിയോകളും കാണുന്നുണ്ട്, പല ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ട്. അവർ ടെക്നിക്കലി പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒഴുക്ക് മട്ടിൽ അവർ പറഞ്ഞങ്ങ് വെറുതെ പോവുകയാണ് ചെയ്യുന്നത്. മറ്റേ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലാവണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡാക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് പോവേണ്ടതായിട്ടുണ്ട്. ഒന്ന് മറ്റൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത്. അപ്പോൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാതിരിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിലൊരു പാട്ട് സെലക്ട് ചെയ്തിട്ട് വരാം. കോപ്പിറൈറ്റ് നമ്മളൊരു പാട്ടുണ്ട്, കോപ്പിറൈറ്റ് ഇല്ലാതെ പാട്ടാണ്. ആ പാട്ട് സെലക്ട് ചെയ്തിട്ട് വരാം. അതിന് മുമ്പ് നമ്മുടെ ഫോസി ഓഡിയോ ഇവിടെ ഓഫായിട്ടിരിക്കണം, അതിനെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഒരു സ്വന്തം പാട്ടാണ് ഈ ഒരു പാട്ട്. ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്ലേ ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ ഉള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് നമുക്കൊന്ന് ഡാക്ക് വഴി പ്ലേ ചെയ്യിപ്പിക്കാം. നമ്മുടെ റാസ്ബെറി ഒളിമിയോ വെച്ചിട്ടാണ് പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ, USB വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു ഓഡിയോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇയർഫോണോ ഹെഡ്ഫോണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കുറച്ച് ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസം നമുക്ക് ഇതിലറിയാം. നല്ല ഓഡിയോ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് റാസ്ബെറി വോളിമിയോ പ്ലസ് വോളിമിയോ സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. USB വഴി നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ എടുത്ത് നമ്മുടെ ഡാക്കിലേക്ക് കൊടുത്തിരിക്കുന്നു. അതിന് അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഫോസി ഓഡിയോയിലേക്ക് കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ ഫോസി ഓഡിയോയുടെ ആമ്പിൽ പാട്ട് കേൾക്കുന്നു. ഇപ്പോൾ ഫോസി ഓഡിയോ അല്ല, നമ്മുടെ ഏത് ആമ്പിൽ കൊടുത്താലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആംപ്ലിഫയറുകളാണെന്നുണ്ടെങ്കിൽ, നല്ല സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് നെറ്റ് കണക്ട് ചെയ്ത് ഒന്നും സ്ട്രീം ചെയ്യിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൽ മെയിൻ കുറവായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു പരീക്ഷണാർത്ഥം നമ്മൾ റാസ്ബെറി വെച്ചിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചാണ്. എനിക്ക് തോന്നുന്നു വേറെ ആരും ഈ റാസ്ബെറി വെച്ച് കണക്ട് ചെയ്ത് വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഇംഗ്ലീഷുകാരന്മാർ പോലും അവരുടെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തപ്പോഴും ആരെയും വീഡിയോ ഞാൻ റാസ്ബെറി വെച്ച് കണക്ട് ചെയ്ത് കണ്ടില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ റാസ്ബെറി വച്ചിട്ട് ഇങ്ങനെ പണി ചെയ്യിപ്പിക്കാൻ പറ്റും. കാര്യം ഇതുപോലത്തെ റാസ്ബെറി ഈ പ്രോജക്റ്റൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. റാസ്ബെറി 1 ആയാലും റാസ്ബെറി 1 നടക്കത്തില്ല. 2, 3, 4, 5 നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പരിപാടി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലത്തെ റാസ്ബെറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാട്ട് കേൾക്കാനും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഇതുപോലത്തെ സാധനങ്ങൾ വെറുതെ വീട്ടിൽ വച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർ കേൾക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡാക്ക് നല്ല ഡാക്ക് തന്നെയാണ്. ഈ ഒരു വിലയിൽ നല്ല ഡാക്ക് തന്നെയാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചിപ്പുകളെല്ലാം നല്ലതാണ്. ഞാനത് എടുത്ത് പറയുന്നില്ല, വീണ്ടും വീഡിയോ ലെങ്ത് ആവുമെന്ന് പറയുന്നത് കൊണ്ട് ഞാനത് വീണ്ടും എടുത്ത് പറയുന്നില്ല. സംഭവം അടിപൊളിയാണ്, നല്ലതാണ്. പിന്നെ റാസ്ബെറിയിലൊരു ഡിസ്പ്ലേ വേണമെങ്കിൽ വയ്ക്കാമായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡിസ്പ്ലേ നിലവിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഡിസ്പ്ലേ ഒഴിവാക്കി ഫോണിൽ കാണിക്കുന്നത്. നമുക്ക് ടച്ച് ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയാണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരൊന്ന് ചെയ്ത് നോക്കുക. ഈ ഫോസി കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു റാസ്ബെറി വെച്ച് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. നിങ്ങൾ ഓൾറെഡി കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ പെൻ ഡ്രൈവിലൊക്കെ നല്ല കൂടിയ ഫയലായിട്ടുള്ള ഓഡിയോ ഫയൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യിക്കാൻ പറ്റും. അതേ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് പ്ലേ ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ നല്ലതാണ്. നമുക്ക് പാട്ട് ഞാനൊന്നും കൂടെ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാം.
മഴയുടെ കുളിരും ഒന്നാണെന്ന് അറിഞ്ഞില്ല ഞാൻ. ഓക്കെ, ഇത്രയും തന്നെയാണ് നമ്മളെ വീഡിയോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്, സത്യമാണ്, എനിക്കത് അറിയാം. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ഒരാളിന് എങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോ കണ്ട് ഒരാൾക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങളെല്ലാം കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയും തന്നെയാണ് വീഡിയോ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നാളെ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്,